ബേക്കറി വിഭവങ്ങളും ഇനി ഹോൾസെയിൽ വിലയിൽ. ചോയ്സ് ബേക്സ്, കോട്ട ആൻഡ് കോ, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. വാണിയമ്പലം താളിയംകുണ്ട് റോഡ് ജംഗ്ഷനിൽ 21 വർഷമായി സേവനം തുടരുന്ന സ്ഥാപനം പുതിയ രൂപത്തിലും ഭാവത്തിലും. മേന്മയേറിയ ബേക്കറി ഉൽപ്പന്നം, വിവിധതരം കേക്കുകൾ, മധുര പലഹാരം, ബർഗർ, ഷവർമ, വെറൈറ്റി ജ്യൂസ്, അവിൽ മിൽക്ക്. സ്റ്റേജ് പ്രോഗ്രാമുകൾ, കേറ്ററിംഗ് സർവീസുകൾ തുടങ്ങിയ എല്ലാവിധ പ്രോഗ്രാമുകളും AC, non-AC സൗകര്യങ്ങളോടെ മിതമായ നിരക്കിൽ അനുയോജ്യമായ ഹാളുകളും അനുബന്ധ സൗകര്യങ്ങളുമായി നവീകരിച്ച സ്ഥാപനം വണ്ടൂർ നടുവത്ത് മൂച്ചിക്കച്ചോലയിൽ നിങ്ങൾക്കായി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ആതാസ് ഈവന്റോ നടുവത്ത് മൂച്ചിക്കച്ചോല വണ്ടൂർ. നിങ്ങളെപ്പോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. വാണിയമ്പലം താളിയംകുണ്ട് പൂളമണ്ണ റോഡിൽ ടാറിംഗ് പ്രവൃത്തികൾ നടത്താത്തതിൽ വ്യാപക പ്രതിഷേധം. കാലങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിൽ വേണ്ട അറ്റകുറ്റപ്രവൃത്തികൾ പോലും നടത്താത്തതാണ് യാത്രക്കാരെ കടുത്ത ദുരിതത്തിലാക്കിയത്. പ്രതിഷേധങ്ങൾക്കിടെ 1 മാസത്തിനകം ടാറിംഗ് നടത്തുമെന്ന AP അനിൽകുമാർ MLAയുടെ വാഗ്ദാനങ്ങൾ ഉണ്ടായെങ്കിലും ഇത് കഴിഞ്ഞിട്ടും 2 മാസം പിന്നിട്ടു. വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലേക്കും താളിയംകുണ്ട് പൂളമണ്ണ പാണ്ടിക്കാട് ഭാഗങ്ങളിലേക്കുമുള്ള പ്രധാന റോഡിന്റെ അവസ്ഥയാണിത്. 20 കോടി രൂപ ചിലവിൽ കിഫ്ബി പദ്ധതിയിൽ റോഡ് വികസന പ്രവൃത്തികൾ നടക്കുമെന്ന് അറിയിച്ചിട്ട് വർഷം 5 കഴിഞ്ഞു. KRFB പ്രവൃത്തി ഏറ്റെടുത്തിട്ടുണ്ടെന്നായിരുന്നു വിവരം. ഇതിന്റെ ഭാഗമായി പല തവണകളായി റോഡിൽ സർവേയും വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട അതിർത്തി നിർണയങ്ങളും പൂർത്തിയാക്കി. ഇതിനായി റോഡിൽ സോയിൽ പരിശോധനയും സർവേയും നടത്തിയതിന് കണക്കില്ല. സ്ഥലം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ റോഡ് വികസന പ്രവർത്തനങ്ങൾക്ക് കാരണമായി പറഞ്ഞിരുന്നുവെങ്കിലും എല്ലാം കഴിഞ്ഞ് അതിർത്തി നിർണയവും കഴിഞ്ഞിട്ട് കാലങ്ങളായി. ഇപ്പോൾ ഫണ്ടിന്റെ അപര്യാപ്തതയാണ് പ്രവർത്തികൾക്ക് തടസ്സമായി പറയുന്നത്. ഇതിനിടയ്ക്കാണ് റിപ്പയർ വർക്കിംഗ് എന്ന പേരിൽ 50 ലക്ഷം രൂപ അനുവദിച്ചത്. ഇതിനുവേണ്ട ടാർ, മെറ്റൽ എല്ലാം എത്തിയതായി റോഡ് വിഭാഗം AE വിപിൻ പറയുന്നു. 7 കിലോമീറ്റർ ഭാഗത്താണ് അറ്റകുറ്റപ്രവൃത്തി നടത്തുക. മഴ കാരണമായി പറഞ്ഞ് ഇത് നീണ്ടുപോവുകയാണ്. ന്യൂസ് ബ്യൂറോ, വാണിയമ്പലം.